ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, കോട്ടയം ജില്ലയിലെ ഇടയാഴത്തിനും വൈക്കത്തിനുമിടയിൽ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുടെ ഒരു നല്ല നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേറിയ പങ്കും ബ്രാഹ്മണ മേധാവിത്വത്തിന് കീഴിൽ വരുന്നവയായിരുന്നു. അക്കാലത്ത് സവർണർ ഈഴവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഗുരുദേവൻ കേരളത്തിൻ്റെ നാനാഭാഗത്തും ക്ഷേത്രപ്രതിഷ്ഠ നടത്തിവരുന്ന കാലമായിരുന്നു അത്. ഉല്ലലയിലുള്ള ഈഴവർ സംഘടിക്കുകയും തങ്ങളുടേതായ ഒരു ക്ഷേത്രം എന്ന ആഗ്രഹം തീവ്രമാവുകയും ചെയ്തു. അതിൻ ഫലമായി 3 വർഷം കൊണ്ട് കരിയാറ്റിൻ്റെ തീരത്തുള്ള ഉല്ലലക്കരയിൽ 81 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും ചെയ്തു. ചേർത്തലയിലെ കളവങ്കോടത്ത് ഗുരു പ്രതിഷ്ഠ നടത്താൻ വരുന്നുണ്ട് എന്നറിഞ്ഞ ഉല്ലല ദേശക്കാർ അവിടെ എത്തുകയും ഗുരുവിനെ കണ്ട് തങ്ങളുടെ ആഗ്രഹം ഉണർത്തിക്കുകയും ചെയ്തു. അല്പനേരം ധ്യാനനിരതനായ ഗുരു ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഗ്രഹം ഞാൻ പ്രതിഷ്ഠിക്കില്ല. ഗുരുദേവൻ നിർദ്ദേശിക്കുന്ന ഏത് പ്രതിഷ്ഠയും ഞങ്ങൾക്കിഷ്ടമാണെന്ന് കരക്കാർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഓംകാരസ്വരൂപനെ ഗുരു കണ്ണാടിയിൽ പ്രതിഷ്ഠിക്കാൻ ഉറച്ചു. കോവപ്പണിക്കരായിരുന്നു പ്ലാവിൻ തടിയിൽ കണ്ണാടിയുടെ ഫ്രെയിമും ഉറപ്പിക്കാനുള്ള പീഠവും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചത്. അതുപോലെ ഗുരുവിൻ്റെ ഇംഗിതപ്രകാരം കണ്ണാടിയുടെ മധ്യഭാഗത്തായി പ്രണവാക്ഷരത്തിൻ്റെ മാതൃകയിൽ രസം ചുരണ്ടിക്കളഞ്ഞത് SK വാര്യരായിരുന്നു. ഫ്രെയിമിൽ കണ്ണാടി ഉറപ്പിച്ച് പീഠവും കണ്ണാടിയുമായി ക്ഷേത്രത്തിനകത്ത് വയ്ക്കുവാൻ ഗുരു നീലകണ്ഠൻ ശാന്തിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പ്രണവമന്ത്രത്തിൻ്റെ ക്ഷേത്രമായി ഉല്ലല ഓംകാരേശ്വര ക്ഷേത്രം നിലവിൽ വരികയും ചെയ്തു. ശൈവ സങ്കല്പത്തിലധിഷ്ഠിതമായ ആരാധനാക്രമമാണ് ഇവിടെ പിന്തുടരുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. കാർത്തികയിലെ കാവടി അഭിഷേകത്തോടെ ഉത്സവം പൂർത്തിയാവുകയും ചെയ്തു. സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന മോഹവുമായി ആവാം ദേശക്കാർ ഗുരുവിനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെയാവാം മുരുകൻ്റെ വിഗ്രഹം വെച്ച തിടമ്പാണ് ഇവിടെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത്. ക്ഷേത്രദർശനം കാംക്ഷിക്കുന്ന ഭക്തജനങ്ങൾ വൈക്കത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ചേർത്തല ആലപ്പുഴ ബസ്സുകളിൽ കയറി ഉല്ലല ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ്. കോട്ടയത്ത് നിന്ന് വരുന്നവർക്ക് കല്ലറ വഴിക്കോ കൈപ്പുഴമുട്ട് വഴിക്കോ വരുന്ന ബസ്സിൽ ഇവിടെ എത്താവുന്നതാണ്. ചേർത്തല ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ വൈക്കം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി ഉല്ലല ജംഗ്ഷനിൽ ഇറങ്ങേണ്ടതാണ്. ഓംകാര പ്രതിഷ്ഠയോടൊപ്പമായി ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുമുണ്ട്. 117 നമ്പർ SNDP ശാഖായോഗം ഉല്ലലയുടെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. പൂജ്യശ്രീ തലയാഴം തങ്കമ്മ അവർകളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയുള്ള വിളക്കുപൂജ പ്രസിദ്ധമാണ്. വെറ്റിലയിൽ സമർപ്പിക്കുന്ന ഒറ്റ നാരങ്ങ വഴിപാടും വിശേഷപ്പെട്ടതാണ്. മുരുകനും ഗണപതിയും ഇവിടുത്തെ ഉപദേവന്മാരാണ്. ഏവർക്കും ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനും ആയുരാരോഗ്യ സൗഖ്യം നേടുവാനുമുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.